ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കേണ്ട ഒന്നാണ് ഇതുപോലുള്ളൊരു പാലും ബ്രെഡായിട്ടുള്ള ഈ ഒരു റെസിപ്പി. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ബട്ടർ വേണം, കസ്റ്റേർഡ് പൗഡർ വേണം, പാലും വേണം. അപ്പം നമുക്കിത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3 പീസ് ബ്രെഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറും പാലും കൂടിയുള്ള മിക്സിങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിങ് ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള മിൽക്ക് ബ്രെഡ് റെസിപ്പിയാണിത്. എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.